സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. സോ ഗൈസ് നമ്മൾ ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിന്റെ സീസൺ 2 ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. സോ നമ്മളിതിൽ 100 ഡേയ്സ് സർവൈവ് ചെയ്യുന്ന സംഭവം അങ്ങനെയൊന്നല്ല. നമ്മൾ എങ്ങനെയാണോ ലെറ്റ്സ് പ്ലേ സീരീസ് കാര്യങ്ങളൊക്കെ കളിക്കുന്നത് സോ അതുപോലെ കൊണ്ടുപോകാനാണ് നമ്മൾ വിചാരിക്കുന്നത്. ജസ്റ്റ് ഒരു ടഫ്നെസ്സിന് വേണ്ടിയിട്ട് ഹാർഡ് കോർ ആണെന്ന് മാത്രം വെച്ചിട്ടുള്ളൂ, വേറെ വലിയ ഡിഫറൻസും ഇല്ല. മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വേൾഡിൽ ഒറ്റത്താണെങ്കിലും ഡെഡ് ആയാൽ പിന്നെ നമുക്ക് ഒരിക്കലും റീസ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ. സോ നമുക്ക് എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഹാർഡ് കോർ വേൾഡിലോട്ട് പോകാം. അപ്പോൾ നമ്മളിത് ഇവിടെ ഫസ്റ്റ് തന്നെ ഈ ഒരു ട്രീ മുറിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വേൾഡ് സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. നമ്മളിത് ഈ ഒരു ട്രീ മുറിച്ചിട്ട് നമുക്ക് ഫസ്റ്റത്തെ ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചേക്കാം വെറുതെ. ഇനി നമുക്ക് ബാക്കി വുഡ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തേക്കാം. സോ ഇനി നമുക്ക് എന്തായാലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ കുറച്ച് വുഡിൻ്റെ ടൂൾസ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോണിലോട്ട് അപ്ഗ്രേഡ് ആവുക. നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഗോൾ എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു വീട് ഉണ്ടാക്കണം, പിന്നെ നമുക്ക് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ് സെറ്റ് ആക്കണം. ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ ഗോൾ ഗൈസ്. സോ നമ്മളിത് ബേസിക് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഷീപ്പിനൊക്കെ ഒന്ന് വന്നേക്കാം. സോ നമ്മുടെ സ്പോണിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു വില്ലേജ് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. സോ നമ്മളിത് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഇവിടെ അടുത്ത് തന്നെ ഒരു ഷിപ്പ്രക്കും കൂടി ഉണ്ട്. സോ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അടുത്ത 2 ചെസ്റ്റും കൂടി തുറന്നിട്ട് നമുക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമുക്കൊരു ബെറീഡ് ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അവിടെയും കൂടി പോയൊക്കെ ചിലപ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടാൻ വരെ ചാൻസ് ഉണ്ട്. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ ഒരു അയൺ കോളത്തിനെ പെട്ടെന്ന് നമുക്ക് കൊന്നേക്കാം. സോ നമുക്ക് ഇതുവരെ കിട്ടിയ എല്ലാ സാധനങ്ങളും ഞാൻ ഒരു ചെസ്റ്റിലോട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 2 ഡയമണ്ട് ഉണ്ടായിരിക്കും. ഞാൻ ഡയമണ്ട് സോഡ് ഉണ്ടാക്കി. നമ്മളതിൽ കുറച്ച് അയണും കൂടി ഉണ്ടായതിനെ കൊണ്ട് നമ്മൾ ഇനി അയൺ ആർമറും കൂടി ഉണ്ടാക്കാൻ പോകണം. സോ ഇനി നമുക്ക് നമ്മുടെ വില്ലേജറിൻ്റെ വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം. അപ്പോൾ അതേ രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ട്രഷറുള്ള സ്ഥലത്തൊന്ന് പോയി നോക്കാം. സോ നമ്മുടെ മാപ്പ് വെച്ച് നോക്കുമ്പോൾ ബെറി ട്രഷറുള്ള ഈ ഒരു ഭാഗത്ത് എവിടെയോ ആണ്. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ നമുക്കിത് ഇവിടെ ട്രഷർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ആർട്ട് ഓഫ് ദ സീ പിന്നെ എമറാൾഡ് കാര്യങ്ങൾ ഡയമണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല. ഇത് ആ കാണുന്നതല്ല നമ്മുടെ പുതിയ മോബ്, നമ്മുടെ നോട്ടിലസ് എന്ന് പറഞ്ഞിട്ടുള്ള. നമുക്ക് അതിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ബാക്ക് ചെയ്യുക എന്താക്കുന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്കൊന്ന് അടിച്ച് തിരിച്ചോടാൻ ചിലപ്പോൾ പറയാനില്ല, എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ചിട്ട്. പിന്നെ നമ്മളിത് പുതിയൊരു ഷെയ്ഡേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ലോ എൻഡ് ആയിട്ടുള്ള ഷെയ്ഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷെയ്ഡർ ഇട്ട് കളിക്കാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ അപ്പോൾ ഇവിടെ ഒരു മൈൻഡ് ഷാഫ്റ്റ് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിലോട്ടൊന്ന് പോയി നോക്കാം. എന്തായാലും വാട്ടർ ബക്കറ്റ് അടിയിൽ ക്ലച്ചൊന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് കുറച്ച് കോള് കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കുറച്ച് അയണ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കാം. നമുക്ക് ഫാം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയണൊക്കെ വേണ്ടിയിട്ട്. സോ ഇനി നമുക്ക് എന്തായാലും ഡയമണ്ട് മൈൻ ചെയ്യാൻ അടിയിലോട്ട് ഒന്ന് പോയി നോക്കാം. അപ്പോൾ അതേ വൈ ലെവൽ 56 എത്തിയിട്ടുണ്ട്, -56. ഇനി നമുക്ക് ഇവിടുന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് മൈൻ ചെയ്ത് തുടങ്ങാം. നമുക്കിത് ഇവിടെ ഫസ്റ്റത്തെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഫുൾ മൈൻ ചെയ്തിട്ട് കാണാം. ഈ മൈനിങ്ങിന് പോകുമ്പോൾ ഇമാതിരി സൗണ്ടൊക്കെ ഉണ്ടാവും. സോ നമ്മളിപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഫുൾ ഡയമണ്ട് ആർമർ കാര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം നമുക്ക് ഈ ചെസ്റ്റിലോട്ട് ഇട്ടേക്കാം. നമുക്ക് 44 ഡയമണ്ടാണ് കിട്ടിയത് ടോട്ടല്. സോ നമ്മൾ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റത്തെ ഗോൾ ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കും. നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് അതൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ല. ഇനി നമുക്ക് അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ നമ്മളൊരു വീട് ഉണ്ടാക്കാനാണ്. സോ ആ വീട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബോട്ട് ഉണ്ടാക്കിയേക്കാം. സോ എന്തിനാണ് ഈ ബോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു വീട് ഉണ്ടാക്കിയാലും നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് സ്പ്രൂസ്. സോ അതിനായിട്ട് നമുക്ക് സ്പ്രൂസ് ഐലൻഡ് കണ്ടെത്താൻ വേണ്ടി പോവാണ്. സോ നമുക്ക് നല്ല കിട്ടിയിട്ട് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഒരു സ്പ്രൂസ് ഐലൻഡ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് സ്പ്രൂസിന് കിട്ടും, പിന്നെ കുറച്ച് സാപ്ലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു പോകാം.
ഗൈസ് നമ്മൾ അവിടെ നിന്ന് ആവശ്യത്തിലുള്ള വുഡ് കാര്യങ്ങളും മൈൻ ചെയ്ത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ഡാർക്ക് ഓക്ക് ഉണ്ട്. സോ നമുക്ക് നമ്മുടെ ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഓക്കിൻ്റെ ആവശ്യമുണ്ട്. സോ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് കളക്ട് ചെയ്തേക്കാം. സോ നമുക്ക് എന്തായാലും നമ്മുടെ ബേസിലോട്ട് തിരിച്ചു പോയേക്കാം. വെയിറ്റ് ഗൈസ്, നമ്മുടെ അസേലിയല്ലേ, നമ്മുടെ മറ്റേ ലഷ് കേവ് ഇതിൻ്റെ അടിയിൽ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഈ ഒരു മരം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അടിയിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നല്ല ചാൻസ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ ലഷ് കേവ് ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും ലഷ് കേവ്. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിലോട്ട് ജസ്റ്റ് ഒന്ന് കുഴിച്ച് നോക്കാം. നമുക്ക് എന്തായാലും നേരെ കുഴിച്ച് പോയേക്കാം. എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. നോ ഗൈസ്, അയ്യോ വെള്ളം നമ്മൾ രക്ഷപ്പെടുന്ന റെസ്റ്റ്യൂസാണ്. പിന്നെ ഡയമണ്ട് ആർമോണ്ട് അതിനെ കൂടെ പെട്ടെന്ന് ചാവത്തില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് പാനിക്കായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്തായാലും ഇനി കുറച്ചും കൂടി നോക്കിയിട്ട് അടിയിലോട്ടൊന്ന് മൈൻ ചെയ്ത് പോകുക. നമുക്ക് നമ്മുടെ ബിൽഡ് ഉണ്ടാക്കാം. പിന്നെ ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ ആന്റിസൈറ്റ് ആണ്. ഞാൻ അപ്പോൾ ഇവിടെ നൈറ്റ് വിഷന്റെ മോഡ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും അടിയിലോട്ട് ഒരു പേടിയില്ലാതെ പോയേക്കാം. നമുക്ക് ലഷ് കേവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലഷ് കേവിന് അത്യാവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബ്ലോസ് ആണ്, പിന്നെ മോസിന്റെ ബ്ലോക്കും. ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡണ്ണാണ്. പിന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ ആക്സിലോട്ടലിനെ പിടിക്കാൻ പറ്റണമെന്ന് നോക്കാം. ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ കുറേ ഉണ്ടാകും. നമുക്ക് എന്തായാലും കളക്ട് ചെയ്തേക്കാം. നമുക്ക് ഇവിടെ ഡയോറൈറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് ജസ്റ്റ് മൈൻ ചെയ്തിട്ട് നമ്മുടെ ലഷ് കേവിലോട്ട് പോവാം. സോ ഫൈനലി നമുക്ക് നമ്മുടെ ലഷ് കേവ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തേക്കാം. നമ്മളതിൽ കുറേ വുഡ് ഉണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും ഒന്ന് കുറച്ച് വുഡ് ഡ്രോപ്പ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് വുഡ് ഡ്രോപ്പ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എന്തായാലും അടിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്തേക്കാം. പെട്ടെന്ന് ഒറ്റ ഡയമണ്ട് പോകും. ഈ സോംബീസിനൊക്കെ ഒന്ന് കൊന്നേക്കാം. സോ ഗൈസ്, ഇവിടെ നമുക്ക് ആക്സലോട്ടിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ എടുത്തേക്കാം. ഇത് മഞ്ഞ കളറുണ്ട്. സോ നമുക്ക് ഇവനും കൂടി ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി നോക്കാം. നമ്മളതിൽ ബക്കറ്റ് ഇല്ല. സോ നമുക്ക് എന്തായാലും ബക്കറ്റ് ഉണ്ടാക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് അവനെ കൂടി എടുത്തേക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ 3 ഡയമണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതൊക്കെ വേണ്ട അവിടെ എത്ര ക്രീപ്പറാ ഗൈസ്. നമ്മൾ ചാൻസ് ഉണ്ട്. നമ്മൾ അവിടുന്ന് ഗോൾഡൻ ആപ്പിൾ തിന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ഡെഡായിരുന്നു 100%. ആ മോളിന്ന് അതിന്റെ മോളിന്നൊക്കെ വന്നു ക്രീപ്പർ. അതായത് ടോട്ടം പോലില്ല. സോ നമ്മള് കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കും. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് പോയേക്കാം. ഇതിന്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയില്ല. നമുക്ക് കുറച്ച് മോസിന്റെ ബ്ലോക്കും കൂടി എടുത്തേക്കാം. ഞാൻ ജസ്റ്റ് പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഹാർഡ് കോർ ഇത്ര പണിയൊന്നുമില്ലല്ലോ. പക്ഷേ കേവിന്റെ ഉള്ളിൽ നല്ല മോബ്സ് ഉണ്ട്. കുറച്ച് പണി. സ്കെൽറ്റനൊക്കെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടെണ്ണമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര പണി. നമുക്കെന്തായാലും ഇവിടുന്ന് പോയേക്കാം എന്തായാലും. ഓക്കെ. ഇതെന്താ അക്കൂറിയം പോലെ ഗൈസ്. ഇത്ര മീന, നല്ല ട്രോപ്പിക്കൽ ഫിഷ് ഗൈസ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അണ്ടർ വാട്ടർ ഫിഷ് ഗൈസ്. നല്ല രസമുണ്ട്. എന്തായാലും ഞാൻ ഒരു ദിവസം ഇവിടേക്ക് വരുന്നതാണ്. കാരണം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു ദിവസം അക്കൂറിയം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് നമ്മൾ ഇവിടുന്ന് തന്നെ ഫിഷിനെ കളക്ട് ചെയ്യുന്നതാണ് ഗൈസ്. സോ നമ്മളിപ്പോൾ മുകളിലെത്തിയിട്ടുണ്ട്. നമുക്ക് 2 ആക്സിലോട്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നേരെ ഒരു ബോട്ടും വെച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് ഡയറക്റ്റ് അങ്ങ് വിട്ടേക്കാം. സോ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം ഈ ചെസ്റ്റിലോട്ട് ആക്കിയേക്കാം. സോ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ 2 ആക്സിലോട്ടിൽ. സോ നമുക്ക് ഈ 2 ആക്സിലോട്ടിന് വേണ്ടിയിട്ട് ചെറിയൊരു പോണ്ട് പോലെ സാധനം സെറ്റ് ആക്കി കൊടുക്കുക. നമ്മൾ മെയിനായിട്ട് പോയ കാര്യം എന്ന് വെച്ചാൽ സ്പ്രൂസ് കളക്ട് ചെയ്യണം. നമുക്ക് ഇവിടെയൊക്കെ സ്പ്രൂസിന് സാപ്ലിങ്സ് നട്ടേക്കാം. നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെറിയൊരു പോണ്ട് പോലെ സംഭവം ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് പ്ലാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. നമ്മളതിൽ അധികം റിസോഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി ഇവിടെ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഈ ഫെൻസ് വെച്ചിട്ട് ഇതിനെ ചുറ്റും ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവർ ചിലപ്പോൾ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ സംഭവം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മളെ കാണാൻ. അപ്പോൾ ഇതേ ആക്സിലോട്ടിലെ കാര്യങ്ങളൊക്കെ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്തേക്കാം ജസ്റ്റ് ഒന്ന്. സോ നമുക്ക് എന്തായാലും ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു കാര്യങ്ങളുണ്ട്, അതുകൂടി കാണിച്ചില്ല. സോ ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു സംഭവം ഞാൻ സെറ്റ് ആക്കുന്നുണ്ട്. സോ നമുക്ക് അതൊന്നും ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ലെറ്റ്സ് പ്ലേ സീരീസിൽ ചെയ്തൊരു കാര്യമാണ്. ആരൊക്കെ കമന്റ് ഇടുമോ
അവരെയൊക്കെ പേര് നമ്മൾ സൈൻ ബോർഡിൽ എഴുതിയിട്ട് വെക്കുക. ആ ഒരു സംഭവമാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും അത് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. സോ ഇതാണ് നമ്മുടെ ബിൽഡ് കാര്യങ്ങൾ. സോ നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മൾ പഴയ വീഡിയോസിലൊക്കെ ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ കഴിഞ്ഞ ഹാർഡ് കോർ സീരീസിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം. ഞാനിവിടെ എൻ്റെ പേര് തന്നെ ജസ്റ്റ് ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ പേരോ എന്തെങ്കിലും ഇതിലോട്ട് വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ് നമ്മൾ ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ നമ്മുടെ വീട് ഉണ്ടാക്കലാണ്. വീട് ഉണ്ടാക്കുന്നതിന്റെ ടൈം ലാപ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. സോ ഗൈസ് നമ്മൾ കുറേ നേരം ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു വീട് കാണാൻ നല്ല രസമുണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ വീട് ജസ്റ്റ് ഒന്ന് കാണാം. സോ ഇതാണ് ഗൈസ് നമ്മളെ വീട് കാര്യങ്ങൾ. എങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. സോ പുറത്തുനിന്ന് വലിയൊരു കുഴപ്പമൊന്നുമില്ല, നല്ലൊരു രസമുള്ള ബിൽഡ് തന്നെയാണ്. ആ ഒരു വീഡിയോ തന്നെ 40 മിനിറ്റ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു വിൻഡോ കാര്യങ്ങൾ, അവിടെ നമ്മുടെ ബെഡ്റൂമോ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വീടിന്റെ ഉള്ളിലോട്ട് ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഉള്ളിലോട്ട് വരുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇവിടെ ചെറിയൊരു സംഭവമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് ഷെൽഫ് കാര്യങ്ങൾ വെക്കും. പിന്നെ ഇതേവിടെ ഫർണസ് കാര്യങ്ങൾ, ഈ ബ്ലോസ ഞാൻ മറ്റേ ലഷ്കിയെടുത്താണ്. പിന്നെ ഇതാണ് നമ്മളെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ. ഇവിടെ ചെറിയ ചെറിയ സംഭവങ്ങളുടെ മിസ്സിംഗ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ അതിനുള്ള റിസോഴ്സസ് കാര്യങ്ങളൊന്നുമില്ല. ഡോർ ഇവിടെ പ്ലേസ് ചെയ്തേക്കാം. കാരണം ഈ ഡാർക്ക് ഓക്കിന്റെ മരം നല്ല രസമാണ് കാണാൻ. അടുത്ത റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻചാൻമെന്റ് ഏരിയയാണ്. പക്ഷെ നമ്മളിതിപ്പോ ബുക്ക് ഷെൽഫ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമ്മളിവിടെ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ നമ്മളിവിടെ ഓപ്പൺ ആയിട്ട് വെച്ചാണ്. സോ നമ്മുടെ ഫൈനൽ റൂം എന്ന് പറഞ്ഞാൽ മുകളിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻലി സ്റ്റോറേജ് ഏരിയയാണ്. ഇവിടെ നല്ല രീതിയിൽ സ്റ്റോറേജ് നമുക്ക് കാര്യങ്ങൾ സെറ്റ് ആക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഫർണസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ വേണമെങ്കിൽ അത്യാവശ്യം തരുന്ന ഇവിടെ ഒരു ചെറിയ ബിൽഡ് പോലെ ഉണ്ട്. എന്നാലും ഞാൻ അടിയിലോട്ട് പോവാം. നമുക്ക് ഇവിടെയും കൂടി നമ്മുടെ ഈ ഒരു ഡാർക്ക് ഓക്കിന്റെ മരം വെച്ചേക്കാം. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. വീഡിയോ ചിലപ്പോൾ ലെങ്ത് ഇല്ലെങ്കിലും നമ്മൾ ഇത് എടുത്തത് കുറെ ദിവസം പിടിച്ചിട്ടാണ്. ഗൈസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു റൈഡ് ഫാം കാര്യങ്ങൾ സെറ്റാക്കാൻ നോക്കുന്നതാണ്. നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. സോ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.